എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തങ്ങളിൽ തീരെ ഒട്ടിപ്പിടിക്കാത്ത നല്ല നൂഡിൽസ് പോലത്തെ ഇടിയപ്പം ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് ഇങ്ങനത്തെ ഇടിയപ്പമാണ് ഇഷ്ടം, തീരെ പശപ്പില്ലാത്തത്. അങ്ങനത്തെ ഇടിയപ്പം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം ചൂടാക്കണം. അതിനായിട്ട് 3 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 1.5 കപ്പ് മാവിന് 3 കപ്പ് വെള്ളം. അപ്പോൾ ഓരോ മാവിൻ്റെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ട് മാക്സിമം ആയിട്ട് നമ്മൾ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതും തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വീട്ടിൽ കഴുകി പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ്. വറുത്തത് കുറച്ച് കൂടിയിട്ട് ഒരു ഓഫ് വൈറ്റ് കളറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇടിയപ്പത്തിന് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് അരിച്ചെടുക്കുന്നത്. നല്ല സ്മൂത്ത് ആയിരിക്കണം നമ്മുടെ മാവ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടിയാണെങ്കിലും ഒന്ന് വറുത്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇടിയപ്പത്തിന് നല്ല വറുത്ത അരിപ്പൊടിയാണ് ബെസ്റ്റ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് തേങ്ങയിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ വെള്ളം ഇവിടെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഒരു 10-15 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം ആ തിളയ്ക്കുന്ന നിൽക്കാനായിട്ട്. അതിന് ശേഷമാണ് ഞാൻ അത് അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ചേർത്ത് ഒന്ന് ഇളക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ്. നമ്മളൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഞാനൊരു 1/4 കപ്പ് വെള്ളം മാറ്റി വെക്കും. കാരണം നമ്മുടെ ഓരോ പ്രാവശ്യത്തെയും മാവിൻ്റെയൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മാറ്റി വെച്ചത്. അടുപ്പത്തോട്ട് തന്നെ വെക്കുക, ആ ചൂടോടുകൂടി തന്നെ ഇരിക്കണം. അത് ഞാൻ സ്റ്റൗവിലോട്ട് തന്നെയാണ് അത് വെച്ചത്. നമ്മുടെ മാവ് നല്ലപോലെ ഡ്രൈ ആണ്. അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ച 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മാവിന് നല്ല ചൂടാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്പൂൺ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര സാവകാശത്തിൽ കാണിക്കുന്നത്. നല്ല നൂഡിൽസ് പോലത്തെ ഇടിയപ്പത്തിന് പശപ്പില്ലാത്തതിന് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് ഇളക്കുക. അപ്പോൾ ഇതിപ്പോൾ ചൂടാണ്. നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് ചൂട് മാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിനുള്ള സേവനാഴിയിൽ കുറച്ച് നെയ്യ് പുരട്ടി വെക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്യോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നെയ്യ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ഒരു ഗ്രീസിനെസ് കിട്ടുന്നത്. ചില്ലിലും നാഴിയിൽ ഇതിലും എല്ലായിടത്തും നമ്മൾ നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കയ്യിലും കുറച്ച് നെയ്യ് പുരട്ടി വെക്കുക. നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു പരുവത്തിന് തണുത്തിട്ടുണ്ട്. ഇതിപ്പോഴും നല്ല ചൂടുള്ള മാവ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ തന്നെ സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ച് നോക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ മാവ്, ഒരു കട്ടിയൊന്നും ഇല്ലാതെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നല്ല ഒരുപാട് വെള്ളം ഒഴിക്കാത്ത മാവും സോഫ്റ്റാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പോർഷൻ തിരിച്ച് വെക്കാം. ഓരോ പ്രാവശ്യവും നാഴിയിലിടാനുള്ള എളുപ്പത്തിനാണ്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തട്ടിൽ എണ്ണ തടവി കൊടുക്കാം. നമ്മൾ മൊത്തം സ്ഥലത്തും തടവി കൊടുക്കുക, ആ ഒരു കുഴിയിൽ മാത്രമല്ല. പിന്നെ നമ്മുടെ പഞ്ചസാരയും തേങ്ങയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഇട്ട് കൊടുക്കുകയാണ്. കുത്തി നിറച്ച് നമ്മൾ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കരുത്. ഒരു 1/4 ഭാഗത്തോളം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റീമറിലോ കുട്ടകത്തിലോ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക. അതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാൻ തുടങ്ങാനായിട്ട്. നമ്മൾ ചുറ്റിച്ചാണ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടങ്ങ് ഓരോ കുഴിയിലും ഒരുപാടങ്ങ് വെക്കാതിരിക്കുക. നമുക്കിനി ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നിന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ചെറിയ തീയിലല്ല, ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ ഒരു തട്ട് വേവാനായിട്ട് 5 മിനിറ്റാണ് എടുക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത തട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത തട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. തണുപ്പ് പോയിട്ടാണ് നമ്മളിത് തട്ടിൽ നിന്ന് മാറ്റുന്നത്. ഇതെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അടുത്തത് വെക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. തണുപ്പ് പോയപ്പം ഇതുപോലെ നിരക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിലുള്ള തേങ്ങയൊക്കെ പോകാതെ കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു അടിപൊളി മുട്ടക്കറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ, മുട്ടക്കറി ഉൾപ്പെടെയുള്ള പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും അറിയിക്കുക. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.
അതുവരേക്കും ബൈ.